കാര്യം പറഞ്ഞിട്ട് എനിക്കതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് ഗണേശൻ്റെ ആ പറച്ചിൽ. കാരണം കിടപ്പുമുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എന്നെക്കുറിച്ച് വർഗീയവാദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, എനിക്കതിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ്. എന്താണേലും എനിക്കൊരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാനിതുവരെ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാകും, പക്ഷേ ആ പൈതൃകം വ്യതിചലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും. നിങ്ങളും കാണുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് ഞാൻ പറഞ്ഞതുമല്ലോ, ഈ പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവർ അവർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കും എന്നുള്ള നിലയിലേക്ക്, അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി ആസ്വദിച്ചിരിക്കുന്നു. പൂരപ്പാട്ടിൻ്റെ റോളിൽ ഗണേശൻ കുറേ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഗണേശൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല, പറയുന്നില്ല. അല്ല, നല്ല ഊർജ്ജസ്വലമായി ചിട്ടയിലായി. പണ്ടേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതാണ് എല്ലാവരും. അത് വളരെ നേരത്തെ പ്രചരണം തുടങ്ങി. അതിൻ്റെതായിട്ടുള്ള ഈ രണ്ട് മുന്നണികൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചൂട്, നോയമ്പ് എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി. ഏകദേശം ഒരു റൗണ്ട്, നാളെ കൂടെ ആകുമ്പോഴത്തേക്കിനും ഒരു റൗണ്ട് പൂർത്തീകരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ഫുൾ സ്വിങ്. ഇനിയും ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. അത് നല്ല ചിട്ടയായ പ്രവർത്തനം നടക്കുന്നുണ്ട്. UDF അഭിമാനകരമായ വിജയം ഇവിടുന്നുണ്ടാവും, കൊല്ലം പാർലമെൻറ്റിലുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയം.